ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഒത്തിരി സുഖമായിട്ടിരിക്കുന്നു. ദിവസം കഴിച്ചുകൂടി സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അന്നേരം ഇന്ന് രാവിലെ ഇവർക്ക് കൊണ്ടുപോകാനായിട്ട് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാമെന്ന് വെച്ച്, അപ്പോൾ അതിനായിട്ട് ഞാൻ ചീനച്ചട്ടി വെച്ച് ഓയിലൊഴിച്ച് ഇത്രയും ഒരു ഇതാണെങ്കിൽ കട്ടിയുള്ള പട്ടയല്ല കേട്ടോ, വെറും കട്ടി കുറഞ്ഞ പട്ടയാണ്, അതുകൊണ്ടാണ് അത്ര ഇട്ടത്. 2 ഗ്രാമ്പും 1 ഏലക്കയും അതൊന്ന് പൊട്ടി വരട്ടെ. ഇതിലേക്ക് ഞാനൊരു ബേ ലീഫ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റൈസ് ഞാൻ ഇന്നലെ രാത്രിയിൽ വേവിച്ചങ്ങ് ഫ്രിഡ്ജ് വെച്ച്, എനിക്ക് അങ്ങനെ വെക്കുന്നതാണ് കുറേ കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചൂടോടെ ഉണ്ടാക്കുമ്പം റൈസ് ഇത്തിരി വെന്ത് ഇരിക്കുമല്ലേ, അതിനൊക്കെ നല്ലത് ഫ്രിഡ്ജ് വെച്ചതിങ്ങനെ ഇടുന്നതാണ്. പിന്നെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാനൊരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് ആ വെളുത്തുള്ളിയുടെ ഒരു കളർ പോന്നണം വരെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഒരു സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് കൂടെ ചേർക്കുന്നുണ്ട്. ഇഞ്ചി പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഞാനൊരു 2 പച്ചമുളക് ചേർത്തുള്ളൂ. ഇതിൽ വറ്റൽമുളകും മുറിച്ചിട്ട് ആദ്യം നമ്മൾ എണ്ണ വഴറ്റത്തില്ല, അപ്പം വറ്റൽമുളകും ഇടാം. ഞാനിത് പിള്ളേർക്ക് കൊടുക്കേണ്ടിയിട്ടായതുകൊണ്ട് ഇടാഞ്ഞതാണേ. ഞാനൊരു 3 വലിയ ടൊമാറ്റോ ഇങ്ങനെ അരിഞ്ഞത് ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്, ടൊമാറ്റോ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടി. അന്നേരം ടൊമാറ്റോ ഒക്കെ നന്നായി ഒന്ന് വെന്തിട്ടുണ്ട്. ഞാൻ അപ്പുറത്ത് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിൽ കിട്ടിയ ഈ ബേ ലീഫും പട്ടയൊക്കെ ഇങ്ങെടുത്തിങ്ങി മാറ്റുന്നുണ്ട്. എനിക്കിത് ജോലികളെല്ലാം പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് നാരങ്ങയും ഡേറ്റ്സും കൂടെയുള്ള അച്ചാറിടണം. അപ്പോൾ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഞാൻ ഇന്നലെ പൊളിച്ച് വെച്ച്. ഇഞ്ചി പക്ഷേ കിട്ടിയില്ലായിരുന്നു ഇന്ന് രാവിലെയാണ് ഇഞ്ചി വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഇഞ്ചി നേരത്തെ ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു, അത് പോരായിരുന്നു, അതുകൊണ്ട് ഇച്ചിരിയും കൂടെ വേണമായിരുന്നു. അപ്പോൾ കിട്ടിയതോ ഈ കുഞ്ഞു മുട്ട് പോലുള്ള അതാണ് കിട്ടിയത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് പൊളിച്ച് നമുക്ക് അത് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അതിട്ടിട്ട് നന്നായി അതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് ഇച്ചിരി നേരം ഒന്ന് ചെറിയ തീയിൽ ആ മസാലയുടെയൊക്കെ പച്ചമണം പോയി കഴിഞ്ഞതിന് ശേഷം കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയും വേണമെന്ന് വെച്ചാൽ അത്രയും ചേർക്കാം. ഞാനിപ്പോൾ ഇത് ഉരുകി വരുവാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കാണും, അല്ലാതെ ഉരുകാതെയാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്തത്. നന്നായി മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലോട്ട് ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഞാൻ വേവിച്ച് വെച്ചാണ്, ആ റൈസ് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇച്ചിരി ടൊമാറ്റോ സോസ് ചേർത്താലും നല്ല, പക്ഷേ ഇവിടെ ഈ പ്രൈസിന് ടൊമാറ്റോ സോസിനോട് അത്ര താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ടൊമാറ്റോ സോസ് ചേർത്തില്ല. ഇതിൻ്റെ തന്നെ പുളിയും അതുമായി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിതിപ്പോൾ 1 ഗ്ലാസ് അരി എടുത്ത്, ഇതിപ്പോൾ ഇവർക്ക് 2 ടിഫിൻ കൊടുത്തിട്ട് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡിയായി. പിന്നെയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെ അരി അരച്ച് വെച്ചായിരുന്നു, ഇനി ഇഡലിയും ദോശയോ അങ്ങനെ ഉണ്ടാക്കണം. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് പ്രൈസിലൊന്നും രാവിലെ അങ്ങനെ കഴിക്കാറില്ല. അതേസമയം സാറ്റർഡേ അവന് സ്കൂളുണ്ടെങ്കിൽ സാറ്റർഡേ ഇവിടെ മാഗിയാണെന്നല്ലേ, അങ്ങനെ ആകുമ്പോൾ അവൻ്റെ മാഗി ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അന്നേരം രാവിലെ കഴിക്കും. പിന്നെ ടിഫിന് വേറെ വല്ലതും ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇതൊന്നും അങ്ങനെ കഴിക്കാറില്ല. പാസ്ത ആണെങ്കിലും ചിലപ്പം രാവിലെ ഇത് തോന്നുവാണെങ്കിൽ കഴിക്കും. പോളാണെങ്കിലും അങ്ങനെ രാവിലെ കഴിക്കാറില്ല. ഈ കൊടുക്കുന്ന കോഫി കുടിച്ചിട്ടു. പിന്നെ മുട്ട വല്ലതും ഇങ്ങനെ ബോയിൽ ചെയ്ത് വെക്കുവാണെങ്കിൽ, പുഴുങ്ങി വെക്കുവാണെങ്കിൽ, രാവിലെ അവൻ ജിമ്മിന് പോവുകയാണെങ്കിൽ ഞാൻ മുട്ട ഇങ്ങനെ പുഴുങ്ങി വെക്കും, അത് കഴിക്കും. അപ്പോൾ ഇന്നത്തെ മാവ് സെയിം റൈസും ഉഴുന്നും സെയിം ആയിരുന്നു, പക്ഷേ ഇച്ചിരി ചോറ് കൂടിപ്പോയി. അപ്പോൾ ഇത്തിരി സോഫ്റ്റ് കൂടുതലായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 തട്ട് ഇഡലി ഉണ്ടാക്കിയിട്ട് ബാക്കി അല്ലെങ്കിൽ ഇവിടെ ദോശ വേണം, അപ്പം ദോശ ഉണ്ടാക്കിയത് 1 തട്ടേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ ഇഡലി. 1 തട്ടല്ല, 1 ട്രിപ്പ്, 2 തട്ടിൽ ആ ഒരു ആദ്യത്തെ ട്രിപ്പേ ഉണ്ടാക്കിയുള്ളൂ.
ദോശ ഞാൻ 2 തവ വെച്ചിട്ട് അപ്പുറത്തും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം പെട്ടെന്ന് ആയിക്കോളും. അപ്പോൾ രാവിലത്തെ എല്ലാം കഴിഞ്ഞിട്ട് ഞാനങ്ങ് പെട്ടെന്ന് ഇഞ്ചി ചിരണ്ടാനായിട്ട് അങ്ങിരുന്നു. ഇതിപ്പോൾ വീഡിയോയ്ക്കകത്തൂടെ നല്ല വലിയ ഇഞ്ചിയായിട്ടാണ് കാണുന്നത്. പക്ഷേ നോർമലായിട്ട് കാണാൻ ഇത്രയും വലിയതൊന്നുമല്ല, ചെറുതാണ്. കണ്ടോ അതിൻ്റെ ഈ ജോയിൻ്റ് ഇങ്ങനെ മോടം അങ്ങനെയുള്ളത് ഞാൻ അങ്ങ് ഒടിച്ചെടുത്തിട്ട് ചായക്കകത്ത് ഇടാൻ നോക്കും. ഇച്ചിരിയിലും വലുതുള്ളത് ഞാനങ്ങ് ചിരണ്ടിയെടുക്കും. ഇന്നലെയും പോട്ടെ മെനഞ്ഞാന്ന് പോയിട്ട് കിട്ടിയില്ല. ഇന്നലെ രാത്രി പിന്നെ റീച്ചാൻ ഓഫീസിൽ നിന്ന് വന്ന വഴിക്ക് ഒന്നുകൂടെ നോക്കിയുണ്ടേ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് നമ്മുടെ മാർക്കറ്റിലല്ലായിരുന്നു, വരുന്ന വഴിക്ക് ഒരു അങ്ങാടിയിൽ ഇങ്ങനെ വണ്ടിക്കാരൻ പോയോണ്ടാണ് അങ്ങാടിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വെളുത്തുള്ളി ഞാൻ പൊളിച്ച് വെച്ചു. ഇനി ഇഞ്ചിയും കൂടെ ഒന്ന് പൊളിച്ചെടുക്കണം. അപ്പോൾ ഇന്ന് ചപ്പാത്തിക്കാരി ഇല്ലായിരുന്നു. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കണമായിരുന്നു. അപ്പം ഉച്ചയ്ക്ക് പിന്നെ അപ്പച്ചനും ഈ പ്രൈസം കഴിക്കുകയാണെങ്കിൽ പ്രൈസിന് മതിയല്ലോ, പോൾ ഇനിയും വൈകിട്ടല്ല വരത്തുള്ളൂ. അപ്പം ഞാൻ ഇച്ചിരി ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചായിരുന്നു. ഇനി അതൊന്ന് പരത്തി ഉണ്ടാക്കി അവർക്കും കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒതുക്കിയിട്ടാണ് എനിക്കിനി അച്ചാർ പരിപാടിക്ക് ഇരിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈന്തപ്പഴം, ഇപ്പം ഒരു 3 കിലോ നാരങ്ങ ഇടുവാണെങ്കിൽ അതിൻ്റെ പകുതി ഈന്തപ്പഴം ചേർക്കണം. അപ്പോൾ അത്രയും അത് ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കുമ്പം അതും കുറേ സമയം എടുക്കും. നാരങ്ങ ഞാൻ അരിഞ്ഞ് 2 ദിവസത്തിന് മുമ്പിട്ടേ അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചായിരുന്നു. നാരങ്ങ 2-3 ദിവസം ഇരുന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ ചപ്പാത്തി നമ്മുടെ പഴയ ആൻറ്റിയുടെ അത്രയും ചപ്പാത്തി ഒക്കത്തില്ല. ചില സമയത്ത് അത് സോഫ്റ്റ് ആയിരിക്കും, ചില സമയത്ത് ഞാൻ ഉണ്ടാക്കുന്നത് പക്ഷേ ഷേപ്പ് കുഴപ്പമില്ല ഉണ്ടാക്കുന്ന പോലെ. അതെനിക്ക് തോന്നുന്നു ഗോതമ്പിൻ്റെ ഇതിൽ ആയിരിക്കും തോന്നി. ഇവരെന്ന് പറയുന്നത് ഇവർക്ക് ഇവരുടെ വീട്ടിൽ മൊത്തം ഈ ഇതിൻ്റെ ബിസിനസ്സാണെന്ന് തോന്നുന്നു. രാവിലെ ഇവരുടെ കയ്യിൽ പോഹ പിന്നെ ഇവിടുത്തെ ഉള്ള കുറേ മിസൽ പാവ് അങ്ങനെയുള്ള കുറേ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഉണ്ട്. അതെല്ലാം ഉണ്ടാക്കിയിട്ടവർ ഈ സ്റ്റേഷൻ്റെ അവിടെ ഇവർക്ക് അതിൻ്റെ കടയുണ്ട്, അവിടെ കൊണ്ടുപോകും. അപ്പം രാവിലെ ഞങ്ങൾക്കിവിടെ ഗേറ്റിൻ്റെ അവിടെ വരെ വെച്ചിട്ട് പോകും. വാച്ച്മാൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പോകും. പിന്നെ നമുക്ക് പോയി എടുത്തുകൊണ്ട് വന്നാൽ മതി. മറ്റേതെന്ന് പറഞ്ഞാൽ നമുക്ക് പോയി എടുക്കണമായിരുന്നു. ആ ഒരു ഇതേ ഉള്ളു. അങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി, ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കി അവർക്ക് കൊടുത്തിട്ട് പിന്നെ ഞാൻ കയ്യോടങ്ങ് അച്ചാറിന് വേണ്ടിയിരുന്നു. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ അരിഞ്ഞെടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. നാരങ്ങയ്ക്ക് ഇടാനായിട്ട് നമുക്ക് പെട്ടെന്ന് ഇടാം. പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് ഒതുക്കി ഇങ്ങനെ ഒന്ന് നമുക്ക് കയ്യിൽ കിട്ടിയാൽ പിന്നെ എളുപ്പമാണ് ഇടാൻ. അപ്പം ആർക്കെങ്കിലും ഇന്ത്യയിൽ എവിടെയും കൊറിയർ ചെയ്ത് കൊടുക്കും അച്ചാറേ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റിൽ നമ്പർ പിൻ ചെയ്യുന്നുണ്ട്, അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മാംഗോ, ലെമൺ ആൻഡ് ഡേറ്റ്സ്, പിന്നെ ബീഫ്, ഇത്രയുമാണുള്ളത്. മീനൊന്നും അങ്ങനെ കിട്ടുന്നില്ല. മിക്ക ആൾക്കാർക്കും മീനാണ് വേണ്ടിയത്. മീൻ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് മിക്ക ആൾക്കാർക്കും ഇപ്പം ബീഫാണ് വേണ്ടിയത്. അപ്പോൾ ഉച്ചക്കത്തെയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നങ്ങ് ഞാൻ പറഞ്ഞില്ലേ അച്ചാറങ്ങ് പരിപാടി തുടങ്ങി. അപ്പം അച്ചാർ, ലെമൺ ആൻഡ് ഡേറ്റ്സ് അച്ചാർ എൻ്റെ ഒരു ആൻറ്റി ഉണ്ടല്ലേ USA ആൻറ്റി നാട്ടിൽ വരുന്നുണ്ട്. ആൻറ്റിക്ക് 2 കിലോ വേണം. അപ്പം മെയിനായിട്ട് ഞാനിപ്പം ഇടാൻ കാര്യം അതാ. അല്ലെങ്കിൽ ഇപ്പം നാരങ്ങയ്ക്ക് വില കൂടുതലാണേലും ആൻറ്റിക്ക് ആയതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്നങ്ങ് ഇട്ടന്നേരം അതിൻ്റെ കൂടങ്ങ് ഇട്ടേക്കാമെന്ന് വെച്ച്. അപ്പം ഞാൻ വെളുത്തുള്ളി ഇച്ചിരി കൂടുതലുള്ളത് കൊണ്ടേ എല്ലാം കൂടെ ഒരുമിച്ച് വഴറ്റുന്നില്ല. വെളുത്തുള്ളി വഴറ്റി കോരി പിന്നെ ഇഞ്ചിയും വഴറ്റി അങ്ങനെ സെപ്പറേറ്റ് ഞാൻ വഴറ്റിയെടുക്കുക കേട്ടോ. ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ആദ്യമൊക്കെ സ്റ്റാർട്ടിങ് സമയത്ത് നമ്മൾ വെജിറ്റബിൾ ഓയിലായിരുന്നു ഉപയോഗിക്കുന്നത്, സൺഫ്ലവറിൻ്റെ. അന്ന് കുറച്ച് നാൾ വെജിറ്റബിൾ ഓയിലായത്. പിന്നെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇഞ്ചി ഞാൻ ഒന്ന് മൂത്തുണ്ടെ പിന്നെ വീണ്ടും വെളുത്തുള്ളി അത് ഇട്ട് നന്നായി എടുത്തിട്ട് പിന്നെ പൊടികളെല്ലാം ചേർത്ത് കായപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി എല്ലാം ചേർത്ത് ഞാൻ കാശ്മീരിയും പിന്നെ മിക്സ് ഇത് നാട്ടിൽ നിന്ന് വരുത്തിച്ച പൊടിയാണ് എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ കായപ്പൊടിയെല്ലാം ഇട്ട്, കായപ്പൊടി ഞാൻ അളന്നേ ഇടത്തുള്ളൂ. എനിക്കൊരു പണ്ടുള്ളവർ പറയുന്ന പോലെ ആറ്റിക്കളഞ്ഞാലും അളന്ന് കളയണമെന്ന് പറഞ്ഞതുപോലെ അളവ് വേണം. എനിക്ക് അളവില്ലെങ്കിൽ പറ്റത്തില്ല. ഞാൻ ഈ അങ്കിളുടെ ഒരു 10 രൂപ കൂടുതലാണെങ്കിലും നല്ല ഈന്തപ്പഴം അങ്കിളുടെ കയ്യിലുള്ളത്. പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം വേറൊരു കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതെനിക്ക് ശരിയായില്ല. പിന്നെ ഞാൻ
ഇവിടുന്നേ വാങ്ങിക്കത്തുള്ളൂ. നമ്മൾ 10 രൂപ കൂടിയാലും നല്ല സാധനം ഇടണം. ഈന്തപ്പഴം പല ക്വാളിറ്റിയുടെ ഉണ്ട്. അപ്പം ഞാൻ പണ്ട് തൊട്ടേ ഇത് വാങ്ങിച്ച് എനിക്കിത് സൂട്ടായതുകൊണ്ട് ഞാൻ ഈ ഒരു ഇതേ വാങ്ങിക്കത്തുള്ളൂ. പക്ഷേ നേരത്തേനേക്കാൾ ഇപ്പം വില കൂടുതലായിട്ടുണ്ട്. നമ്മുടെ നാരങ്ങയുടെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് ഇപ്പം നാളെ ആകുമ്പോൾ ഞാൻ ഇപ്പം ഇത്രയും ഇങ്ങനെ ചാറായിട്ടിരിക്കുന്നതിൽ നാളെ ആകുമ്പോൾ ഇത് കുറേയും കൂടെ ഒന്ന് നന്നായിട്ട് സെറ്റാവും. അപ്പം പിറ്റേ ദിവസം രാവിലെ ആയണേ ഞാനിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. നമ്മുടെ ഈ വെജ് ഐറ്റംസുകൾ ഇങ്ങനെ ഈ നാരങ്ങ ഈന്തപ്പഴം, നെല്ലിക്ക ഈന്തപ്പഴം ഇതൊക്കെ ഇട്ട് വെച്ചിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴാണ് അത് കുറേയും കൂടെ ടേസ്റ്റ്. നാരങ്ങയ്ക്ക് അന്നേരം നന്നായിട്ടങ്ങ് സോഫ്റ്റ് ആവും. ഒരു പ്രാവശ്യം ഞാൻ വാങ്ങിച്ച നാരങ്ങ മിക്സിങ് നാരങ്ങയായിരുന്നു. കാരണം ചിലത് നല്ല നീരില്ലാത്തൊരു തോടൻ പോലെ ഉണ്ടല്ലേ, അത് നമുക്ക് നാരങ്ങ ഇടുമ്പോൾ മനസ്സിലാവും. അത് ഇടയ്ക്ക് എനിക്കങ്ങനെ ഒരു പ്രാവശ്യം എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റി. ചിലത് നല്ല സോഫ്റ്റ് ആയിരുന്നു, ചിലത് നല്ല കൂടുതലും സോഫ്റ്റ് ആയിരുന്നു. അതിൽ ഒരു 5-6 എണ്ണമൊക്കെ ഈ തോടൻ പോലെ ഇരുന്നു. അപ്പോൾ നമ്മളത് അച്ചാർ ഇടുവാണെങ്കിലും അത് തോടൻ പോലെ അത്ര സോഫ്റ്റ് ആവത്തില്ല, തോട് എത്ര ആണെങ്കിലും. അതെന്താണോ ഞാൻ എടുക്കുന്നത് നന്നായിട്ട് ഞാൻ ഇങ്ങനെ ഞെക്കി നോക്കിയിട്ട് എടുക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയും എടുക്കാൻ ഈ 5 കിലോയൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇത്തിരി സമയം എടുക്കത്തില്ലേ. അപ്പോൾ അയാളൂടെ വന്ന് എടുത്ത് പറക്കി ഇട്ട് തരും. എനിക്കൊന്ന് അയാൾ ഈ എടുത്ത് പറക്കി ഇടുന്നത് അവർക്കെന്തോ വേണം, അവർ കൈ കിട്ടുന്നത് എടുത്തിട്ട് അതാ അങ്ങനെ വന്നത്. അതിൽ പിന്നെ എനിക്കത് മനസ്സിലായതുകൊണ്ട് ഇപ്പോഴും പുള്ളി എടുത്തിടും വന്ന് ഞാനിവിടെ പറക്കും. വന്നെങ്കിൽ ഞാൻ നേരം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സോഫ്റ്റ് ആയത് ഇടാവേ, ഇങ്ങനെ കടക്കായിട്ടുള്ളത് ഇടല്ലെന്ന്. നമ്മൾ സ്ഥിരം നാരങ്ങയും മാങ്ങയും ഒരാളുടെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. രണ്ടും 2 പേരാണ്, അവരുടെ കയ്യിൽ നിന്നാണ് സ്ഥിരം വാങ്ങിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും നാരങ്ങ ഈന്തപ്പഴം വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതിയേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ.